പറയട്ടെ, ഏത് അടിസ്ഥാനത്തിൽ? അത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. സിദ്ദിഖ്, മോഹൻലാൽ, മേജർ രവി, അത് ആ പേര് വിട്ടുപോയി. ഇവരെല്ലാം എപ്പോഴും ഈ പറഞ്ഞ പോലീസ് ഓഫീസറായിട്ട് കമ്മ്യൂണിക്കേഷനിലാണ്. അവരെല്ലാം കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആളെ പിടിച്ചു നിർത്തി എവിടെയെങ്കിലും പോലീസുകാർ ഫോട്ടോ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാ മീഡിയയിലും ഇടുന്ന കണ്ടിട്ടുണ്ടോ? ഒരാളെ ജയിലിൽ കൊണ്ടിട്ട് രീതിയിൽ ഫോട്ടോ എടുത്ത് പോലീസാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അവിടെ വേറെ മീഡിയക്കാരോ മറ്റാരും അല്ല ഫോട്ടോ എടുത്തിരിക്കുന്നത്. പോലീസുകാരാണ് എന്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ വിളിച്ചിട്ടില്ല. ലാൽ സാർ എന്നെ വിളിച്ചു, വളരെ സന്തോഷമായി എന്നൊക്കെ CI പറയുന്നത്. മോഹൻലാലിനെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസം എങ്ങനെ മോഹൻലാലിനെ അപമാനിച്ചു, ചെറുത്തൂരിൽ ആർമി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു. അപ്പോ അത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു. അപ്പൊ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിന് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചെകുത്താൻ ഒളിവിൽ പോയിട്ടുണ്ടോ എന്നാണ്. ചെകുത്താൻ ഒളിവിൽ പോയിട്ടേ ഇല്ല. ഇന്നേ വരെ ചെകുത്താൻ ഒളിവിൽ പോയിട്ടില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒളിവിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. എന്നോട് 12 മണിക്ക് 8-ാം തീയതി 12 മണിക്കാണ് പോലീസ് വിളിച്ചു പറയുന്നത്, CI നാളെ 8 മണിക്ക് വരാനായിട്ട്. അതായത് 9-ാം തീയതി 8 മണിക്ക് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാണെന്നാണ് പറഞ്ഞിരുന്നത്. അത് പ്രകാരം ഇരിക്കുമ്പോൾ കാണുന്നത് 7 മണിക്ക് ഞാൻ ഒളിവിൽ പോയി എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ വാർത്തയാണ് ഞാൻ കാണുന്നത്. അപ്പോ ഞാൻ CI വിളിക്കുന്നുണ്ട്. അപ്പോഴും CI എന്നോട് പറഞ്ഞത് വാർത്തകൾ വിശ്വസിക്കണ്ട, നീ നാളെ രാവിലെ 8 മണിക്ക് വന്നാൽ മതി എന്നാ. അപ്പൊ അതനുസരിച്ച് ഞാൻ രാവിലെ 8 മണിക്ക് CI പറഞ്ഞ പോലെ അവിടെ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ ലോക്കപ്പിലാക്കുന്നതാണ് സംഭവിക്കുന്നത്. പിന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത്, പിറ്റേ ദിവസം കണ്ടത് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന. അതാണിത്. ചെകുത്താനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തോ? എന്നെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഏഷ്യാനെറ്റിന് പറ്റിയൊരു തെറ്റാണ്. ഒളിവിൽ പോയ ഒരാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന പറയുന്നതിനകത്തൊരു തമാശയുണ്ട്. ഈ ഒളിവിൽ പോയി അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് എന്നെ ലോക്കപ്പിലിടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരാൾ സ്വയം അവിടെ റിപ്പോർട്ട് ചെയ്താൽ അയാളെ ലോക്കപ്പിലിടാനും ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് നടത്താനൊന്നും പറ്റത്തില്ല. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തെളിവെടുക്കാനായിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഹലോ, അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മളെ ഇങ്ങനെ ഒരു ബെയിലബിൾ ഒഫൻസ് സ്റ്റേഷൻ ജാമ്യം തരാന്ന് പറഞ്ഞ് വിളിക്കേണ്ട കാര്യമൊക്കെ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ ചെന്ന് ജാമ്യം എടുത്ത് വിട്ടാ മതിയല്ലോ. വേറെ എന്തൊക്കെയാ അതിനകത്ത് അങ്ങനെയുള്ളൊരു കേസ് വന്നാൽ ചെയ്യുന്നത്? എവിഡൻസ് എന്തൊക്കെയാണോ അവർക്ക് എടുക്കേണ്ടത്, ആ എവിഡൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ മൊബൈലിനോ നിങ്ങൾ എവിടെയാണോ വീഡിയോ ഇട്ടിട്ടുള്ളത് അതിന്റെ URL-ഉം കാര്യങ്ങളും ഒക്കെ എടുക്കാന്നുള്ളതേ ഉള്ളൂ. അതിലൊന്നും ശരിക്കും അവർക്ക് പരിശോധിക്കണം എന്താണ് ശരിക്കും നടന്നത് എന്നുള്ളത്. ആ പരിശോധന നടത്തിയ ആവശ്യമില്ല. കാരണം അതിൽ ബെയിലബിൾ ഓഫൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ബെയിലബിൾ ഓഫൻസ് ആണ്. സെക്കൻഡ് ഓഫ് ഓൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സൈബർ ക്രൈം പോലും ഇല്ല, അത്രയും ജസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈമാണ്. ഓക്കെ. പിന്നെ ഈ ഒളിവിൽ പോയി എന്ന വാർത്തയുടെ സോഴ്സ് എവിടാന്ന് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് SHO ആണ് ഊർജിതമായ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്നത്. SHO എന്നോട് പറയുന്നത് അയാൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന്. അപ്പൊ ഇതിനകത്ത് ഈ ഫേക്ക് ന്യൂസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ ഈ തൊപ്പിയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണെങ്കിൽ അത് പോലീസാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് ആണെങ്കിൽ അത് ആ സോഴ്സ് നമുക്ക് അറിയണം, അല്ലേ? ഹലോ. അതെ, ഈ പറയുന്ന പോലെ നമുക്ക് തോന്നുന്നത് ഇത് വെച്ചിട്ട് അങ്ങനെ ഒരു അറസ്റ്റിനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ചീറ്റിപ്പോയി. കാരണം നമ്മള് അങ്ങോട്ട് വിളിച്ചിട്ട് ഈ പറയുന്ന പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ CI കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ.
അങ്ങോട്ട് ചെന്നാ മതി, കാര്യങ്ങൾ അവിടുന്ന് സ്റ്റേഷൻ ജാമ്യം തരുമെന്ന് കൃത്യമായിട്ട് നിന്നോട് ഇൻഫോംഡ് ആയിരുന്നു. അതെ, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്നിട്ടാണ് പോകുന്നത്. ഈ സമയത്ത് അറസ്റ്റ് എന്ന് പറയുന്ന അറസ്റ്റും സറണ്ടറും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അതായത് ഒരാൾ പോയിട്ട് അവിടെ സറണ്ടർ ആവുന്നതും ഒരാളെ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ. അറസ്റ്റ് എന്ന് പറയുമ്പോൾ മുഴുവനാവണമെങ്കിൽ അത് മജിസ്ട്രേറ്റിന് അടുത്ത് കൊണ്ടുപോയി അറസ്റ്റ് എന്താ പറയാ എഴുതിപ്പിക്കുമ്പോഴൊക്കെയാണ് അത് അറസ്റ്റ് എന്ന് പറയുന്നത് മുഴുവനാവുന്നത്. ചെറിയ വേർഡല്ല. സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കാൻ പറ്റുന്നതിലൊക്കെ അറസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാവാറില്ല. സാധാരണ അതേപോലെ വിളിച്ചു വരുത്തിയിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടുന്നത്, അതായത് താക്കീത് പോലെ കൊടുത്തു വിടുന്ന ഒരു കാര്യം. ബാക്കി കേസ് കോടതിയിലും. ബാക്കി കേസ് കോടതിയിൽ. അതെ. പിന്നെ ഇതിനകത്ത് വാർത്തകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ മിലിറ്ററിയെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ്. ടെറിട്ടോറിയൽ ആർമിയെ ഞാൻ അപമാനിച്ചെന്നാണ് വാർത്തകളിൽ കാണുന്നത്. കേസിലൊന്നുമില്ല. ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വീഡിയോയില് ഈ ടെറിട്ടോറിയൽ ആർമീനെ പറയുന്നതായിട്ടൊന്നും കണ്ടില്ല. അതുമല്ല, മനുഷ്യർക്ക് എന്താ പറയാ ഒരു കാര്യം അത് എടുത്തെടുത്ത് പറയുന്നു, ഇന്നത് ചെയ്യരുത്, ഇന്നത് കളിക്കുന്നു, അത്ര മാത്രമേ ആ വീഡിയോയിൽ കാണുന്നു. പക്ഷെ പൊതുവെ ഇവര് ഈ വാർത്തകളിലെല്ലാം അടിച്ചുവിടുന്നത് ഞാൻ ടെറിട്ടോറിയൽ ആർമിയെ അപമാനിച്ച ആളാണെന്നാണ്. ഇത് ടെറിട്ടോറിയൽ ആർമിയെ അപമാനിക്കലല്ല. അവിടെ ഒരു ഇൻസിഡന്റ് നടക്കുന്നു, അത് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാം കേൾക്കണം. അതെ, അവിടുന്ന് കേസ് അവര് കൊടുത്തിട്ട് ആ കേസ് തരേണ്ട സമയമായി. ആ കേസ് അങ്ങനെ വന്ന് പക്ഷെ അവര് കാണിക്കും. ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് ശരിക്കും ഒരു ഇൻസിഡന്റ് വാർത്താ ചാനലിൽ കണ്ട ഒരു കാര്യത്തില് എനിക്ക് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അതിൽ കൂടുതൽ അതിനകത്ത് മിലിറ്ററി ഇൻസൾട്ട് ചെയ്യാൻ ഒരു ഉദ്ദേശവും എനിക്കില്ല. മിലിറ്ററി ഞാൻ ഇൻസൾട്ട് ചെയ്യത്തുമില്ല. ഹലോ. ഇനി അടുത്തത് വേറൊരു സാധനം ഇവര് പറയുന്നത് മോഹൻലാലിനെ തെറി വിളിച്ചെന്ന്. മോഹൻലാലിനെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. മോഹൻലാലിനെ ഞാൻ തെറി വിളിക്കത്തുമില്ല. മോഹൻലാലിനെ തെറി വിളിച്ചായിട്ടൊന്നും എനിക്ക് അതിനകത്ത് പറഞ്ഞിട്ടുമില്ല. മോഹൻലാലിനെ എങ്ങനെയാ തെറി വിളിക്കുന്നത്? പക്ഷേ ഒരു കാര്യം എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ പേര് ഞാൻ ഒരു റിപ്പിറ്റേഷൻ വന്നതുകൊണ്ടായിരിക്കും ഈ ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എടുത്തിട്ട് വളച്ചൊടിച്ചത് ആവാം. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും ഉള്ള ഒരു പ്രാധാന്യമാണ് ഈ മോഹൻലാലിനെ തെറി വിളിച്ചു, മോഹൻലാലിനെ ആക്ഷേപിച്ചു നിന്നും വാർത്തകളാണ്. ഇതെല്ലാം വാർത്തകൾ സംബന്ധിച്ചും പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ചുമാണ്. ശരിക്കും ഈ കേസ് വന്നപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പറയാ, നമ്മള് ബസ്സിനുള്ളിന്ന് ഒരാളെ പേഴ്സൊക്കെ ആക്ടേഴ്സ് വലിച്ചിട്ട് കളയെന്നും പറഞ്ഞിട്ട് അതിൽ പുറകെ ഓടിയ സിറ്റുവേഷൻസ് ഒക്കെ പ്രൊമോഷന് വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സിനിമാ പ്രൊമോഷൻസിന് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതേപോലെ സിനിമാ പ്രൊമോഷൻ പോലെയുള്ള എന്തോ ഒരു ഏർപ്പാട് നിങ്ങളിൽ നടക്കുന്നുണ്ടെന്നാണ് എനിക്കറിയില്ല. എനിക്ക് ഈ ഒരു ഫുൾ എടുത്തതിന് അതൊരു സ്ക്രിപ്റ്റഡ് ആണോ നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റഡ് ആയി തോന്നുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. കാരണം ഈ വ്യാജ വാർത്തകൾ വിടുന്നത്, അതിനോടൊപ്പം പാരലായിട്ട് മറ്റു വാർത്തകൾ ഇതിനെ ഈ പറഞ്ഞ പോലെ അപമാനിച്ചു, മിലിറ്ററി അപമാനിച്ചു, മോഹൻലാൽ, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ എന്താണ് അവർക്ക് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നാലും നമ്മള് എന്താ പറയാ, കാണുമ്പോൾ നമുക്ക് ഒരു കുറച്ചെങ്കിലും നമ്മള് മനസ്സിലായ ഒരു കാര്യമാണ്. ഇത്രത്തോളം ഒന്നും ഇല്ലാത്തൊരു കേസിനെയാണ് എടുത്തിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടിട്ട് പേടിപ്പിക്കുക. എല്ലാരും ഒന്ന് അടക്കി നിർത്താനുള്ള അവര്. പിന്നെ പറഞ്ഞ വീഡിയോസിലൊക്കെ ഈ പറയുന്ന സാറുമാര് കൊടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, അതിലൊക്കെ ഒരു ഭീഷണി തന്നെ, ഒരു ലൈഫ് ത്രെട്ടനിങ് ഭീഷണി തന്നെ അതിൽ നിലനിന്നിരുന്നു. ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവര് ജീവനഹാനി ഉണ്ടാക്കാനുള്ള ഇതായിട്ടുള്ള കാര്യങ്ങൾ നടത്തും എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഭീഷണിയിലും നിലനിന്ന് പോയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. പിന്നെ പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ പോലീസിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ആർമിയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഈ നിയമവ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടോ എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരവില്ല.
അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിപ്പോ ഏത് അവസ്ഥയിലാണ്, ഇതിപ്പോ ആർമിയുടെ ഭാഗത്താണെങ്കിലും പോലീസിന്റെ ഭാഗത്താണെങ്കിലും എന്തെങ്കിലും ഒരു ഇതിനകത്തെല്ലാം മനുഷ്യനാണ് ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ഇപ്പൊ ഈ മനുഷ്യനൊരു കുറ്റം ചെയ്താലോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താലോ ലോയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതല്ല അതിന്റെ അഭിപ്രായം പറയുന്നത്. അത് ആ വ്യക്തികൾ ചെയ്യുന്ന പ്രശ്നം കൊണ്ട് ഈ ലോയ്ക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ പൊതുവെ ഒറ്റയടിക്ക് എല്ലാവരുടെ നിയമത്തിന് വിശ്വാസം ഇല്ലാത്ത ഒരാള് അല്ലെ ആർമിയെ എന്താ അപമാനിക്കുന്ന ഒരാള് എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത് ഒരു ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. മനസ്സിലായി? ഇതിനകത്ത് ഒരാൾ കുറ്റക്കാരൻ അല്ലെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചതിനെ പറ്റി അല്ല, ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനെ പറ്റി അല്ലേ ഇവരാരും സംസാരിക്കുന്നത്. ഓൾറെഡി മേജർ എതിരെയൊക്കെ നേവി ഓഫീസറൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട് ഈ വിഷയമായിട്ട് സംബന്ധിച്ച്. അപ്പൊ ഞാനൊരു ഈ വാർത്താ ചാനലിലൂടെ ഈ ഇൻസിഡന്റ് കണ്ടപ്പോ ഞാൻ പറയുന്ന കമന്റിൽ ഒരു വാക്ക് അല്ലെങ്കിൽ 1-2 വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് ഈ രീതിയിലൊക്കെ വാർത്തകളാക്കി മാറ്റി ഒരാളെ ജയിലിൽ കൊണ്ടിട്ട് രീതിയിൽ ഫോട്ടോ എടുത്ത് പോലീസാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അവിടെ വേറെ മീഡിയക്കാരോ മറ്റാരും അല്ല ഫോട്ടോ എടുത്തിരിക്കുന്നത്, പോലീസുകാരാണ് എന്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ മുഴുവൻ ഞാൻ കാണുന്നുണ്ട്. പട്ടാളക്കാര് റിയൽ ഹീറോസ് ആകുമ്പോ പോലീസിന് എന്തെങ്കിലും ദേവസ്ഥ ചെയ്ത് ഫേമസ് ആവണ്ടേ? പിന്നെ പോലീസിനെ സ്വാധീനിച്ചതായി സംശയമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പോലീസിനല്ലാതെ ഇതിനു മുമ്പ് ഇതുപോലത്തെ സിമിലർ കേസസ് പട്ടാളക്കാരെ തല്ലിച്ചതച്ച കേസുകളുണ്ട്. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും, അതായത് പട്ടാളത്തെ അവമാനിച്ചു എന്ന് പറഞ്ഞ് മുന്നേക്ക് വന്ന ആരും ഇതിനു മുമ്പ് ഇവിടെ ഈ പട്ടാളക്കാരെ തല്ലിച്ചതച്ചപ്പോഴൊന്നും കണ്ടിട്ടുമില്ല. അപ്പൊ എന്റെ കാര്യത്തിൽ മാത്രം സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കുകയും ഇത്രയും വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടത്തി മീഡിയയിലിട്ട് ഇത്രയും കാണിച്ചതും അപ്പൊ പോലീസിന് പ്രത്യേക താല്പര്യമുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ സിദ്ദിഖിക്ക വിളിച്ചു, ലാൽ സാർ എന്നെ വിളിച്ചു, വളരെ സന്തോഷമായി എന്നൊക്കെ CI പറയുന്ന വീഡിയോ ഏഷ്യാനെറ്റിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയാനൊന്നും പാടില്ല. പിന്നെ എനിക്ക് മുട്ടം പണി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മിലിറ്ററി എന്തോ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ എന്നോട് ഇതൊക്കെ നേരിട്ട് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ ആദ്യത്തെ കാര്യം ഞാൻ മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്ത് ഇച്ചിരി മോശമാണ്, അത് പറയേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മെഡിസിൻ വേണം, ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇതിപ്പോൾ അവഗണിക്കുക. എന്നിട്ട് അവസാനം ഇവിടെ വന്ന് കയറി കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്റെ മെഡിസിൻ കിട്ടുന്നത്. എന്റെ വീട്ടിൽ അവിടെ കൂട്ടുകാരെ അടുപ്പിക്കുന്നില്ല, എന്തോ ഭയങ്കര കുറ്റവാളികളെ മാറ്റി നിർത്തിയേക്കുന്ന പോലെ മാറ്റി നിർത്തുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് മെഡിസിൻ എടുത്ത് കഴിക്കാൻ പറ്റുന്നത്. അത് അങ്ങനെയുള്ള കാര്യങ്ങളും അവര് അവഗണിച്ചിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ്, മോഹൻലാൽ, മേജർ രവി, അത് ആ പേര് വിട്ടു, ഇവരെല്ലാം എപ്പോഴും ഈ പറഞ്ഞ പോലീസ് ഓഫീസറായിട്ട് കമ്മ്യൂണിക്കേഷനിലാണ്. അവരെല്ലാം കൂടെ കൂടിയിരുന്ന് പ്ലാൻ ചെയ്യുന്ന പോലെ ഓരോരോ വകുപ്പുണ്ടെങ്കിൽ എടുക്ക്, നമുക്ക് ഇവനെ അകത്താക്കാം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പോകുന്ന വഴി, അത് എറണാകുളത്തോട്ട് വരുന്ന വഴിക്ക് എല്ലാം പോലീസുകാർ ചെയ്യുന്ന പണികൾ ഇതൊക്കെയാണ്. പിന്നെ മറ്റെന്തോ മറയ്ക്കാൻ എല്ലാവരും കൂടെ സ്ക്രിപ്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് എനിക്കൊരു സംശയമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഈ 10 ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് അപ്പുറത്തോട്ട് നമുക്ക് എന്താ പറയാനുള്ളതെന്നൊന്നും ഇതുവരെ ഇത്രയാണ് സംഭവിച്ചേക്കുന്നത്. ഞാൻ CIക്കെതിരെ പത്തനംതിട്ട SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കൃത്യനിർവഹണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്, നമ്മളെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം വ്യക്തമായ തെളിവുകൾ ഏഷ്യാനെറ്റ് വാർത്തയ്ക്കകത്ത് തന്നെ ഈ CIയുടെ പെരുമാറ്റം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കി. വേറെ ഇതിനു മുമ്പുണ്ടായ പല പ്രതികളെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫോട്ടോയും കണ്ടിട്ടുമില്ല. ഈ ഫോട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആളെ പിടിച്ചു നിർത്തി എവിടെയെങ്കിലും പോലീസുകാർ ഫോട്ടോ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാ മീഡിയയിലും ഇടുന്ന കണ്ടിട്ടുണ്ടോ? ഇതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കുറ്റവാളി ഇപ്പൊ കേരളത്തിലെ ഞാനാണ്. ഇതുപോലൊരു കുറ്റവാളിയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ. ഇനി ഇവരിങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ട് പോകും. ഇനി മുന്നോട്ട് കേസുകളിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ നിർത്തിയെടുത്തിടാൻ പറ്റുമോ? അപ്പൊ പണവും സ്വാധീനമുള്ളവരൊന്നും
ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അല്ലാത്ത ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേസ് കുടുക്കി ഇതുപോലത്തെ ഫോട്ടോ എടുത്ത് അവമാനിക്കാൻ പോലീസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നെ കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരാണ് പോലീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും. ഇതേ വർഷമല്ലേ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഭവനവേതനം, വധഭീഷണി എന്നൊക്കെ തോക്കുമായിട്ട് വന്നെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലും ഇല്ലാത്ത അത്ര ഫാസ്റ്റായിട്ടുള്ള അന്വേഷണം എന്നെ വെച്ച് ചെയ്തു. എന്റെ ജീവന് വിലയില്ലെന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ആ ഉത്തരവാദിത്വം അതൊന്നും ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് ഒരാളുടെ നേരെ മാത്രം നടന്ന സംഭവങ്ങളാണ്. അന്നൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഏഷ്യാനെറ്റിൽ പിന്നീടും വാർത്ത വരുന്നുണ്ട് അടുത്ത ദിവസം. അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഒളിവിൽ പോയിട്ടില്ല. പക്ഷെ അവരുടെ ബ്യൂറോ ഒന്ന് പ്രസന്റ് ചെയ്യുന്നത് വീണ്ടും ചെറുത്താനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു എന്ന് റിപ്പീറ്റായിട്ട് പറയുമോ? മനസ്സിലായി? വീട്ടിൽ നിന്ന് അങ്ങനെ ഈ ഒളിവിൽ പോയവരൊന്നും അറസ്റ്റ് ചെയ്തതിനു മുമ്പ് എത്ര പ്രാവശ്യം അറസ്റ്റ് ചെയ്യണമെന്ന് നടത്തില്ല പോലീസ്. പിന്നെ മോഹൻലാൽ ഇടയ്ക്ക് ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ഈ പറഞ്ഞ ഈ വിഷയത്തിൽ മോഹൻലാലിനെ പറഞ്ഞതിന് കുഴപ്പമില്ല, മിലിറ്ററിയെ പറഞ്ഞതിനാണ് അയാൾക്ക് വിഷമം ഉണ്ടായത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുമ്പോൾ ഇനി കേസ് അന്വേഷിക്കണം. സിദ്ദിഖാണ് കേസ് കൊടുത്തേക്കുന്നത്. സിദ്ദിഖ് പറയുന്നത് മോഹൻലാലിനെ അവമാനിച്ചെന്ന്. മോഹൻലാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറയുന്നു എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, മിലിറ്ററി പറഞ്ഞാൽ കുഴപ്പമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവർക്ക് തമ്മിലുള്ള പരിപാടി എന്താ? ഇനി ആ കേസ് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ഉണ്ടോ? ഇത് അന്വേഷണ ഉദ്യോഗസ്ഥനാ പറയുന്നത്, അല്ല വേറെ ആരെയും വിളിച്ചിട്ടല്ല മോഹൻലാൽ പറഞ്ഞെന്നാണ് അയാൾ പറയുന്നത്. അയാൾ പറഞ്ഞതാണ്. ഇത് ഏഷ്യാനെറ്റിലെ ഇന്റർവ്യൂലുണ്ട്. പിന്നെ എനിക്ക് മുട്ടമണി വരുന്ന പിന്നെ അതിന്റെ പുറകെ എന്തൊക്കെയാ പറഞ്ഞു, എന്റെ പെരുമാറ്റം ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിലും പറഞ്ഞു. ഒരിടത്ത് ഇവർ ആരും തിരുത്തിയിട്ടില്ല, എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ ഒളിവിൽ പോയിട്ടില്ലെന്നോ. ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. വേറെ ഒരാൾ മീഡിയ അടക്കമുള്ള ഒറ്റ എടുത്തൊന്നും ഈ സാധനം നടക്കുന്നില്ല. എല്ലായിടത്തും വീണ്ടും ഇതേ കഥ ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാണോ? ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്തതായിട്ട് കാണുന്നുണ്ടായിരുന്നു. വൈകുന്നേരം പോലീസിനെ വിളിക്കുന്നതാന്ന് തോന്നുന്നു, സിഐനെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. അമ്മയാണ്, അർജുന്റെ അമ്മയാണ് എനിക്ക് തന്നത്. മേഴ്സിയമ്മി ആ വീഡിയോ എനിക്ക് തന്നപ്പം എനിക്ക് മനസ്സിലായത് അജു പുള്ളിക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഏഷ്യാനെറ്റ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏഷ്യാനെറ്റ് നീ മരിച്ചുപോയി എന്ന് പറയുന്ന ആൾ, പക്ഷെ നീ മരിച്ചിട്ട് അപ്പം നീ നടന്നു വന്നാൽ മതി, ഞാൻ സ്റ്റേഷനിൽ തന്നോളാം. അങ്ങനെ ഒരു വീഡിയോ ശരിക്കും ആ വീഡിയോ ശരിക്കും ഇപ്പം പുറത്ത് വിടേണ്ടതല്ലേ? താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ പുറത്തിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ കഴിഞ്ഞു. അതായത് ഈ പറയുന്ന മെയിൻ മീഡിയാസ് തന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ എന്തിന് വളച്ചൊടിച്ചു എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ അതിനെ വളച്ചൊടിക്കാൻ പാടില്ല ഒരു കാര്യത്തിന്. കാരണം അതൊരു വലിയ മിസ്ലീഡിംഗ് ആണ്. ഇനി ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റേഷനിൽ അവർ കിട്ടാവുന്ന നല്ല ഇതുമാണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പോവുമോ? പോവാതിരുന്നുണ്ടെങ്കിൽ ഈ പോലീസിനെ ഓടിച്ചിട്ട് പിടിക്കുക തന്നെ വേണ്ടി വരില്ല. അപ്പൊ ഈ കുറ്റവാളികളെ ഓടിച്ചിട്ട് പിടിക്കുന്ന ആ ഒരു എഫേർട്ട് എടുക്കുന്ന ആ ഒരു പോലീസുകാർക്ക് വേറെ ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റാതെ വരും. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ് ആ ജോലി. ഇതേപോലത്തെ ആൾക്കാർ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഇതേപോലെ എന്താ പറയാ മിസ്യൂസ് ചെയ്യപ്പെടില്ല, അതായത് ചാനൽസ് വളച്ചൊടിക്കുന്ന കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരുടെ വലിയൊരു സമയം മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നു. ഹലോ, അതായത് എനിക്ക് ഇയാൾ ഈ വാർത്ത ഇട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയാന്നല്ലോ. ഞാൻ പറയാം, അപ്പോഴേ ഞാൻ പുള്ളിയെ വിളിച്ചത്. ഇത് SHO പറഞ്ഞെന്ന് പറഞ്ഞ വാർത്ത വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ തൊട്ട് എനിക്ക് സംശയമുണ്ട് ഇവര് എന്തോ പ്ലാൻ ചെയ്തിട്ടാ ചെയ്യുന്നത്. കാരണം തൊപ്പിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും പോലീസ് ഇതുപോലെ തൊപ്പിയോടും പറഞ്ഞിട്ടുണ്ടാകുന്നാ പറയുന്നത്. അത് നാളെ വന്നാൽ മതിയെന്നോ മറ്റന്നാൾ മതിയെന്നോ ചോദിച്ചപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി കഥ ചവിട്ടിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്തൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് എനിക്ക് സംശയം തോന്നി. എനിക്കിപ്പോ എന്തെങ്കിലും ഇപ്പൊ പോലീസ് വിളിച്ചു പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കുക? അതായത് ഒരുപാട് ഉത്തരവാദിത്വമുള്ള ജോലിയിലിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഒരു മിസ്ലീഡിങ് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. അതും വന്ന് പറയുന്ന മൊത്തം എന്താ പറയാ, ഏതെങ്കിലും ഒരു നടന് വേണ്ടിയിട്ട് ഉള്ള
പക്ഷെ അത് അധികാരത്തിൽപ്പെട്ടിരിക്കുന്ന ആള് ചെയ്യണമെന്നുള്ളത് അതും ഡ്യൂട്ടിയിലിരുന്ന് യൂണിഫോമിലിരുന്ന് പറയുന്നു. അതെ, അപ്പൊ അതിനെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കേണ്ടത് ആരാണ്? ഇതൊക്കെ എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെതിരെ ഒരു നടപടിയും ഇല്ല. പക്ഷെ ഇതേപോലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത്രയും മതിയല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും മിലിറ്ററി അവമാനിക്കുന്ന കാര്യമല്ല. അതിപ്പോ എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു മിസ്കണ്ടക്റ്റോ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യണം. അല്ല അത് കണ്ട് മനസ്സിലായാൽ അത് പറയണം. അല്ലെങ്കിൽ നാളെ നമുക്ക് ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതേ സാധനം റിപ്പീറ്റ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ ഫോട്ടോഷൂട്ട്, സെൽഫി കാര്യങ്ങള്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത. ഞാൻ ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുമ്പോ ഇങ്ങനെ എന്താ യൂണിഫോം മിസ്യൂസ് ആണ്. അതുപോലെ തന്നെ ഈ മേജർ രവിക്കെതിരെ ഒരു നേവി ഓഫീസർ പരാതിപ്പെട്ടിട്ടുമുണ്ട്. മിസ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി ഓഫീസർ എവിടെ നിന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരുന്ന ട്രസ്റ്റിന്റെ ഡൊണേഷനും അങ്ങനത്തെ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നി. ഇതൊക്കെയാ എന്റെ വീഡിയോയിലുള്ളത്. പേഴ്സണൽ റൈറ്റ് പോലീസ് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ള അജുന് ഫീൽ ചെയ്യുന്നുണ്ട്. അജുനൊരു പേഴ്സണൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ജീവിക്കാനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും എന്താ പറയാ, അഥവാ ക്രിമിനൽ ആണെന്ന് അക്യൂസ്ഡ് ആണ് കോടതി പറയുന്നവരെ നിങ്ങളുടെ റൈറ്റ്സ് ഇതാക്കുന്നുണ്ട്. അപ്പൊ അജുനെ അറസ്റ്റ് ചെയ്തപ്പോ മുതല് എനിക്ക് മനസ്സിലായത് അജുയുടെ മമ്മി എന്നെ വിളിക്കുന്നവരെ എനിക്ക് മനസ്സിലായത് അജുന്റെ മമ്മിക്ക് യാതൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഫോൺ കോളോ അല്ലെങ്കിൽ അറിവോ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവിടെ അവര് നമ്മളെ കൂട്ടുകാരെ പോലെ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. എല്ലാം തടഞ്ഞു വെച്ചിട്ട് ലോക്കപ്പിൽ ഇട്ടിരിക്കുക. അപ്പം പേഴ്സണലായിട്ട് അവിടെ എങ്ങനെയാണ് അത് അഗെയിൻസ്റ്റ് ആയതെന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞിരിക്കും. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പുറത്തോട്ട് കൂട്ടുകാരെ പോലും അങ്ങോട്ട് അകത്തോട്ട് വരുത്തുന്നില്ല. ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ മെഡിസിന്റെ കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിലൊന്നും അറിയുന്ന ഈ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞിട്ടും കാണുന്നില്ലാത്ത പോലെയാണ്. അതായത് ഇവിടുന്ന് എറണാകുളത്തേക്ക് വരുന്ന സമയവും കഴിഞ്ഞു പോയി, എല്ലാം കഴിഞ്ഞു പോയി. കുറെ നേരം എങ്ങനെയൊക്കെയോ മിസ്സായി. അപ്പോഴാ മമ്മി പേടിച്ചത്. മമ്മി പറയുന്ന ആളെ കാണുന്നില്ലെന്നാ പറയുന്നത്. ഞാനും അതിനുശേഷം വിളിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തിരുന്നു. 10ഓളം പ്രാവശ്യം ഞാനും വിളിച്ചിട്ട് ഈ പറയുന്ന പോലെ യാതൊരു കോളെടുക്കോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണുള്ളത് നോക്കാനോ. ആ സമയം കോള് ബിസി ആയിരുന്നെങ്കിൽ ആ സമയം ഈ CI മേജർ രവി, സിദ്ദിഖ്, അതുപോലെ തന്നെ മറ്റു പല സിനിമാക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരോടെല്ലാം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വകുപ്പിട്ട് നമുക്ക് നിങ്ങൾ ചെക്ക് ചെയ്യും, ഇവനെ നമുക്ക് റിമാൻഡിലിടാം, അത് കഴിഞ്ഞ് ഇവനകത്ത് പോട്ടെ, നേരിട്ട് റിമാൻഡാണ് നിനക്കുള്ളത്, നിനക്ക് രക്ഷപ്പെടാനും സാധിക്കും. അയാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം വെച്ചിട്ട് ഇതേപോലെ കേസ് ക്രിവിയസ് ആക്കാനോ അല്ലെങ്കിൽ ആ കേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ശ്രമിക്കാൻ പാടില്ല. ഓക്കെ, അതൊരു ക്രൈമാണ്. ഇത്രയും ഇവര് ചെയ്യുന്നത് ഞാൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ എന്നേക്കാൾ വലിയ ക്രൈമാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ എനിക്ക് മനസ്സിലാകുന്ന എന്നെ കൂടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും പോലീസിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണുകയോ ഇതുപോലത്തെ എന്തെങ്കിലും നിയമലംഘനമോ മനുഷ്യാവകാശ ലംഘനമോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ പറയുന്ന പലരും ഇപ്പൊ ഇരുന്ന് മിലിറ്ററി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയുന്നിടത്ത് ആരും ഒരു പട്ടാളക്കാരനെ തല്ലിച്ചതച്ച ഇഷ്യൂസിലൊന്നും ഇടപെട്ടിട്ടേ ഇല്ല. ആരും ഞാൻ കണ്ടിട്ടില്ല, ഒരു വീഡിയോ പോലും വന്നിട്ടില്ല. പറയാനുള്ളത് അവിടെയാണ്. അതായത് നമുക്കൊരു പേഴ്സണൽ റൈറ്റ് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സിൽ അണ്ടറിൽ വരുന്ന പേഴ്സണൽ റൈറ്റിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് നോക്കാം. അതിലെന്തെങ്കിലും
അതിനെ അഗെയിൻസ്റ്റ് നമുക്ക് ആക്ഷൻസ് എടുക്കാം. അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റുന്നതാണ്. ഇത്രയും നേരം കേട്ട ലോയർ എന്ന് പറയുന്നത് ഇത്രയും നേരം കേട്ട എനിക്കും പറയാനുള്ളത് തന്നെയാണ്. പേഴ്സണൽ റൈറ്റ് നല്ലവണ്ണം വയലേറ്റഡ് ആയിട്ടുണ്ട് പോലീസുകാരെ കൊണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. സോ അജു കൊടുത്തിട്ടുള്ള പരാതിയിൽ SP-യുടെ അല്ലെങ്കിൽ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റിന് വേണ്ടി വിളിക്കണമല്ലോ, അപ്പൊ വിളിക്കും. അതില് പോയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കുമ്പോ അവരെന്താണ് അതിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ പക്ഷെ എനിക്ക് സാധാരണക്കാരോടും കൂടി പറയാനുണ്ട്, ഇങ്ങനെ ഒരു കാര്യം വരുമ്പോ നിങ്ങൾ ഒരിക്കലും ആക്ഷൻസ് എടുക്കരുത്, റിയാക്ട് ചെയ്യാതിരിക്കരുത്. കാരണം അത് വേറൊരു മനുഷ്യന്റെയും കൂടി ജീവിതത്തിനെയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ബാധിക്കും. കാരണം തൊപ്പിയുടെ കേസില് അവരൊന്നും ഇതേപോലെ ഒരു ഡ്രാമ കാണിച്ച് അവരെന്തോ പേടിപ്പിക്കാൻ വേണ്ടി നോക്കി, അത് എഫക്റ്റഡ് ആയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു നിന്നോടും അത് ചെയ്യാൻ വേണ്ടി വിചാരിച്ചെന്ന് തോന്നുന്നു. ഇതേ സാധനമാണ് അവര് പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു. വേറെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഓക്കെ, ഈ എന്താ പറയാ, ശരിക്കും ഇതില് നായകനോ വില്ലനോ ആക്കിയിട്ട് ചിത്രീകരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നരേഷനും കൂടി നിന്റെ ഭാഗത്തുനിന്ന് ഞാൻ വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ നമ്മള് സിനിമയൊക്കെ കാണില്ലേ, ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ഷൂട്ടിംഗ് കൂടുതൽ നടക്കുന്നു. ആദ്യം ഒടുവിലാവുന്നു, പിന്നീട് അറസ്റ്റിലാവുന്നു, പിന്നെ ജയിലിൽ കിടക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നു, പിന്നെ ഭയങ്കരമായ അന്വേഷണം, ഊർജിതമായ അന്വേഷണം നടക്കുന്നു. ഇതിനു മുമ്പത്തെ ഊർജിതമായ അന്വേഷണം എന്നെ ആയിരുന്നു. എന്നിട്ട് ഊർജിതമായി അന്വേഷിച്ച് ലോകം മുഴുവൻ അന്വേഷിച്ചിട്ട് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. വീട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒരു അന്വേഷിച്ച പോലെ എനിക്ക് തോന്നിയത്. എന്നിട്ട് രാവിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഊർജിതമായ അന്വേഷണത്തിന് ശേഷം. അങ്ങനത്തെ ഡ്രാമ എല്ലാം കഴിഞ്ഞ് നമ്മൾ കയറി കഴിയുമ്പോൾ വീണ്ടും തെളിവെടുപ്പ്, മറ്റു കാര്യങ്ങൾ, അങ്ങനെയുള്ള ഭയങ്കരമായ ഭയങ്കര ഇന്ന് കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ ക്രൈം എന്ന് പറയുന്നത് മീഡിയയെ സംബന്ധിച്ച് അന്ന് ഞാനായിരുന്നു. വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ ക്രിമിനൽ അവിടെ ഉണ്ട്. ഞാൻ ചെയ്ത വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് ഇത് ഇന്നലെയാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയത്. എല്ലാവരും ആഘോഷിച്ചാണല്ലോ. ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുമാണ് ഞാൻ ഇതെല്ലാം നല്ലപോലെ ഉപയോഗിക്കും. അല്ലാതെ വേറെ അടിമയായിട്ടൊന്നും ജീവിക്കാൻ ഇവിടെ പറ്റത്തില്ല. എന്താണ് അതറിയുന്നില്ല. വല്ല സിനിമ പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ ശരിക്കും മോട്ടീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ശരിക്കും അതെ അതെ അതെ. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ ഇതുവരെ. എനിക്കത് മനസ്സിലായിട്ടില്ല. ഇനി മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും മാടപ്പിക്കാൻ എന്തെങ്കിലും ഇപ്പൊ കിട്ടിയാൽ ഇവര് എവിടെയെല്ലാം യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നെ നിങ്ങൾ വിളിക്കുമ്പോഴും എനിക്ക് പറയാനുള്ള അത്ര മാത്രമേ ഇല്ല. അവരോട് വീട്ടുകാരൊക്കെ അറിയിക്കേണ്ട ഒരു പേഴ്സണൽ റൈറ്റ് ആണ് നിങ്ങളത്. വീട്ടുകാരെ അറിയിക്കണം അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ല, എനിക്ക് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയ സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്നും പോലീസുകാർ എനിക്ക് തന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ എവിടെയുണ്ട്, സുഖാണോ സുഖല്ലേ എന്നുള്ളത് അറിയിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത മൂവ്മെന്റ് അറിയിച്ചുകൊണ്ടേയിരിക്കണം. അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് പറയണം. ഇഫ് അഡ്വക്കേറ്റ് ആവശ്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ അറസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാകുന്നത്? ജാമ്യമാണ്. ജാമ്യം ബെയിലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ കൂടെ ഉള്ളവരോ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനെ അറിയിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്ന് പോകേണ്ടതാണ്. ഇത് നടന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ക്രൈമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അത് നമ്മളുടെ റൈറ്റ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, എന്നാ ഞങ്ങൾ നിർത്തിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. അതിന് ശരിക്കും നിലവില് പ്ലാൻ ചെയ്ത് ഒരു ഡ്രാഫ്റ്റിൽപ്പെടുത്തിയതാണെന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. അതല്ല ഇപ്പൊ പറഞ്ഞു ഉണ്ട്. ഈ ഫേക്ക് ന്യൂസ് കൊടുത്തതിനെതിരെ എന്തെങ്കിലും? ഫേക്ക് ന്യൂസ് കൊടുത്തത് SHO ആണ് എന്നുള്ളതാണ് വാർത്തയിലുള്ളത്. അപ്പൊ അതുകൊണ്ടാണല്ലോ പരാതി കൊടുത്തത്.
നിലവിൽ അജുവിന്റെ പരാതി അവര് എടുത്തിട്ടുണ്ടോ? അജു പരാതി കൊടുത്തിട്ടുണ്ട്, അത് സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ അത് നടപടികളിൽ ആ സമയമായിട്ടില്ല, അതിനി നമുക്ക് കോള് വരും എന്നാണോ മൊഴി കൊടുക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ ഈ അവിടെ ചില ഹ്യൂമൻ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടു എന്നുള്ള തരത്തില് വക്കീൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടായിരിക്കാം ഒരു സാധാരണക്കാരന് കിട്ടേണ്ട ഒരു നീതി, ഒരു ചെറിയ കേസിൽ കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ഏത് തരത്തിലാണ്? അതല്ലേ പറഞ്ഞത് നമ്മൾ. അല്ലാതെ എന്തുകൊണ്ടായിരിക്കാം? കാരണം ചെറിയൊരു കേസാണ്. എന്തോ ഇവരൊക്കെ വളരെ വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ടായിരിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതിനകത്തുണ്ട്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞല്ലോ. അവരുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അല്ലാതെ ഇപ്പൊ ആരാ? അതല്ലേ നമ്മൾ അന്വേഷിക്കാൻ. ഇപ്പൊ പോലീസിന് കംപ്ലൈന്റ് അത് തന്നെയാ, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് കാണിച്ചില്ല എന്നോ ഇൻഫ്ലുവൻസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയും സ്വാധീനം ഉണ്ടോ എന്ന് നമ്മൾ പറയുന്നില്ലേ? അതെല്ലാം ഓൾറെഡി ഉണ്ട്. ഇതെല്ലാം ഈ ഇതിനകത്തുണ്ട്, ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അത് അമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടായ മാറ്റത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതൊക്കെ അതായത് നേരത്തെ ഇതുപോലുള്ള നടന്മാർക്കെതിരെയും എല്ലാം പ്രതികരിച്ച പലരും ഉണ്ട്. അന്ന് അവരെയൊക്കെ ഓരോരുത്തരായിട്ട് ഇപ്പൊ ആറാട്ടനെ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വിളിച്ച് ഒരു താക്കീത് ചെയ്ത് വിട്ടയച്ചു. താങ്കൾക്കെതിരെ അടുത്ത നീക്കം എന്നുള്ളത് ഇതൊക്കെ പ്ലാൻഡ് ആണെന്നാണോ അപ്പം പറഞ്ഞത്? പ്ലാൻഡ് ആയിട്ടുള്ള എന്താണ് പ്ലാൻഡ് എന്നുള്ള ഞാൻ നേരത്തെ ഇത് ക്വസ്റ്റ്യൻ കാണിച്ചത് ശ്രദ്ധിച്ചില്ല. അതായത് ഇതിന്റെ പുറകിൽ എന്തോ ദുരൂഹതയൊക്കെ ഉണ്ട്. ഇതെല്ലാം പ്ലാൻഡ് ആൻഡ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ സ്ക്രിപ്റ്റൊക്കെ മീഡിയക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതൊക്കെ പൊളിയുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്തെന്നും ഈ പറഞ്ഞ ഒളിവിലായെന്നുള്ളത് അവര് തന്നെ പറയുന്നത് തെറ്റിപ്പോകുന്നു. ഇവര് പ്ലാൻ ചെയ്ത് ശരിയാകുന്നില്ല. എന്തുകൊണ്ടാണ് ആ ഒരു അത് തന്നെ അടുത്ത ദിവസം ഏഷ്യാനിലെ വാർത്തയ്ക്കകത്ത് ഇയാളുടെ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാകുന്ന അതൊക്കെയാണ്. മോഹൻലാൽ സാർ വിളിച്ചെന്ന് പറയുമ്പോൾ ഇത്ര പുളകം കൊള്ളാൻ എന്താണുള്ളത്? നോർമലി ദിവസത്തേക്കാൾ മുകളിലല്ല ഒരിക്കലും മോഹൻലാൽ. ആരായാലും ഇവിടത്തെ നിയമപാലകരെക്കാൾ മുകളിലായിട്ടൊന്നും അങ്ങനെ ആരും പ്രതിഷ്ഠിക്കാനൊന്നും പാടില്ല. നോർമലി ഒരു സിനിമയുടെയോ അല്ലെങ്കിൽ ഒരു സ്കിറ്റിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു ചിത്രം അല്ല ഇപ്പൊ താങ്കൾ ഇട്ടിരിക്കുന്ന ടീഷർട്ടിലുള്ളത്. ഇത് തന്നെ ടീഷർട്ടിലേക്ക് പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു റീസൺ പറയാം. ഇതൊന്നല്ല, ഇനിയും ഒരുപാട് ഒരെണ്ണം കൂടെ ഉണ്ട്. വെള്ള, ഇനി ചുവപ്പ്, മഞ്ഞ, പച്ച, എല്ലാ കളറിലും ഇനി കുറച്ചാൾ ഈ ടീഷർട്ട് ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതും എന്റെ ഒരു പ്രതിഷേധമാണ്. ഇനി ഈ പറഞ്ഞ പലരുടെയും ഫോട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി വരുന്ന കേസുകളിൽ ഏത് പ്രവചനാണെങ്കിലും പോലീസ് ഈ ഫോട്ടോ ഇടുമോ എന്നുള്ളതാണ്. അന്നും നമ്മൾ ഈ ഫോട്ടോ എന്റെ ദേഹത്ത് കാണും. എവിടെ ഇറങ്ങിയാലും ഇനി ഇതാ ഇടുന്നത്. കുറച്ച് നാളത്തേക്കുണ്ട്. ചിലപ്പോൾ ഈ പ്രശ്നം എത്ര നീളമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും ഇത്രയും പോലീസിന്റെ ഭാഗത്തുനിന്നും നിയമ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും ഇപ്പൊ താങ്കളുടെ കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്ന കേസിൽ ഇതുപോലെ ഒരു കാര്യഗൗരവത്തോടെ എടുത്തിരുന്നെങ്കിൽ, അതായത് കൃത്യമായ ഒരു അന്വേഷണം നടന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് അന്നേ ചിന്തിച്ച, ഇപ്പോഴല്ല. നമ്മൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ പ്രസ് ക്ലബിലും പ്രസ് മീറ്റിലും മീഡിയയുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് അന്ന് നീതി നിഷേധിക്കപ്പെട്ടത് വാർത്തകളിലുണ്ട്. ഏതൊരു ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യനും അത് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ഇതുവരെയായിട്ട് 100 പേരുണ്ടെങ്കിൽ അതിൽ 98 പേരും ഈ പോലീസ് ഇങ്ങനെ ചെയ്ത കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ സംഭവിക്കത്തുള്ളൂ. കാരണം ശരിയായ വാർത്ത അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് തെറ്റ് പറയാൻ എന്ത് ചെയ്യും? അതല്ല, നമ്മള് പോലീസ് എന്താ പറയാ ഒളിവിൽ പോയ ആളെ കണ്ടുപിടിച്ചു, അതൊന്നും ഒരു മിനിറ്റ്. ഇത് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ വിളിച്ചു പറയുന്ന അല്ലല്ലോ. ഈ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് അതാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ഈ അതോറിറ്റി എന്നാണ് ഈ സാധനം വന്നിരിക്കുന്നത്. മെയിൻ സ്ട്രീം മീഡിയ, പോലീസ് ഇവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണക്കാരൻ എന്ത് ചെയ്യും? അതല്ല ഞാൻ പറഞ്ഞു വന്നതല്ല, ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. അതായത് എങ്ങനെ പിടിച്ചു, എങ്ങനെ ഇതായി എന്നുള്ളതല്ല പറയുന്നത്. ഓൾറെഡി അപമാനിച്ചതിന് ചെകുത്താൻ ഓൾറെഡി ജയിലിലായി എന്നുള്ള വാർത്തയാണ് പറഞ്ഞത്. അല്ലാതെ എങ്ങനെ പിടിച്ചോ, ഓടിച്ചിട്ട് പിടിച്ചോ, അതൊന്നുമല്ല സംഭവം. അതില് എല്ലാവരും ചെകുത്താന് എതിരായിട്ടായിരുന്നു. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ആർമിയെ അപമാനിച്ചെന്ന് പറയുക, മോഹൻലാലിനെ തെറി വിളിച്ചെന്ന് പറയുക, ഇങ്ങനെയുള്ള വാർത്തകൾ ഇതിന്റെ പാരലൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇതേപോലെ പാരലായിട്ട് വാർത്തകൾ വരുമ്പോ മൊത്തത്തിൽ വളരെ പ്ലാൻഡ് ആയിട്ട്, അതായത് കാണുന്ന പിക്ചേഴ്സും ഇതിന് പാരലായിട്ട് ഓടുന്ന വാർത്തകളും കൂട്ടി വായിച്ചാൽ ഒരു സാധാരണക്കാരൻ ഇത്രേ തോന്നത്തുള്ളൂ.
അല്ല, വേറൊരു കാര്യമുണ്ട്. കാരണം ചെകുത്താനെ ആരും അറിയാത്ത ഒരാളല്ല. അതുപോലെ ചെകുത്താൻ ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോസും ഷെയ്മൻ അജു അലക്സ് എന്നാണ് അല്ലെ, അങ്ങനെയാണ് വിളിക്കേണ്ടത്. ചെകുത്താൻ ജസ്റ്റ് വിളിക്കുന്നതിലൊന്നും വിചാരിക്കരുത്. അപ്പം മാക്സിമം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പോലീസ് എന്താണ് ചെയ്തിട്ടുള്ളതെന്നും അതുപോലെ മോഹൻലാൽ എന്താ ചെയ്തിട്ടുള്ളത്, പ്രതികരിച്ചിട്ടുള്ളതെന്നും ചെകുത്താൻ എന്താ ചെയ്തിട്ടുള്ളതെന്നും അറിവുള്ളതാണ് എല്ലാവർക്കും. പക്ഷെ എല്ലാവരും അപ്പൊ അങ്ങനെ ഇത്രയും എവിഡൻസ് കുഴപ്പമുണ്ട്. ഇവിടെ എന്ത് പറഞ്ഞാലും ഓരോരുത്തർ പലതും പറയും, മനസ്സിലായോ? എല്ലാവരും ഒന്നാ പറയുന്നതെന്ന് എല്ലാവരും ഒന്നോ അല്ല, എല്ലാവരും ഒന്നാ പറയുന്നതാണല്ലോ. അല്ല അല്ല അല്ല, ഒരു മിനിറ്റ് എല്ലാവരും ഒന്നാ പറയുന്നുള്ളതല്ല. ചെകുത്താൻ പെട്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അതാ ഞാൻ പറയട്ടെ, ഏത് അടിസ്ഥാനത്തിൽ? അത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അല്ല ഞാൻ 97 പറഞ്ഞ കാര്യമുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് റെക്കോർഡാണ്. അപ്പൊ അത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനൊരു പ്രതികരണം അല്ല. ഇപ്പൊ പറയുന്ന പോലെ ഇപ്പൊ നിങ്ങളെ അനുകൂലിച്ച് സംസാരിച്ച അഡ്വക്കേറ്റ് ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് അവർക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. അവര് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കും. ഒരു മിനിറ്റ് ചിലപ്പോ അത് പറഞ്ഞേക്ക്. അതിൽ 2% ചിലപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു സൈക്കാട്രിക് കണ്ടീഷൻ വെച്ചിട്ട് മാനസികമായിട്ടുള്ള അന്വേഷിച്ചിട്ട് അത് ചില ആൾക്കാർ സാമൂഹ്യ പ്രവർത്തനം അല്ല ഒരു മിനിറ്റ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾ പറഞ്ഞ കാര്യത്തെ അതിന് മറ്റെന്താ പറയാ മനസ്സിലാക്കുന്നത്, ചിന്തിക്കുന്നത്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും ഡോക്ടർ നിങ്ങളോട് പറഞ്ഞോ? ആ 98% ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാവരും നിങ്ങൾക്ക് എതിരായി സത്യം പറഞ്ഞ അങ്ങനെയാണ്. എതിരെന്നല്ലോ പറഞ്ഞാൽ ആ ചെയ്ത കാര്യത്തെ അനുകൂലിച്ചാണ് പ്രശ്നമുണ്ട്. നിങ്ങൾ ആ ഒരു സ്ഥാനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. പിന്നെ കാണുന്ന ഡ്രാമ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ വരത്തുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു കോമൺ മാൻ കണ്ടു കഴിഞ്ഞാൽ ഈ 2-3 സ്റ്റോറികൾ ഒത്തിണക്കി ഒരു മീഡിയ പ്രൊപ്പഗണ്ടയോടുകൂടി തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതേ വിശ്വസിക്കാൻ എല്ലാവർക്കും പറ്റത്തുള്ളൂ. നിങ്ങൾ പറയുന്നു ഡ്രാമയാണെന്ന്, എല്ലാം നിങ്ങൾ പറയുന്നു ഡ്രാമയാണ്, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കരുന്നു. ഞങ്ങൾക്ക് ഡ്രാമയായിട്ട് തോന്നുന്നില്ലെങ്കിലോ? അതെ, അതിനാണല്ലോ നമ്മളിപ്പോ ഈ പരാതികൾ കൊടുത്തിരിക്കുന്നത്. അത് കോടതി തെളിയിക്കട്ടെ. അതെ, അത് തെളിയിക്കട്ടെ. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ കണ്ട തെറ്റുകളും എല്ലാവരും ഇങ്ങനെയല്ലേ സംസാരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. എല്ലാവരും എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എല്ലാവരും എന്നല്ല, പറയുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. എല്ലാവരും ഞാൻ പറയുന്നത് ഈ 3.5 കോടി ജനമുണ്ട് കേരളത്തില്. ആ കമന്റ്സ് വരുന്നതിനകത്ത് എത്ര കമന്റ്സ് വരുന്നു? അവരാണോ കേരള ജനത? അല്ല, അവരല്ല. ഞാൻ പറഞ്ഞു ഒരു മോഹൻലാലിനെതിരെ മാത്രമാണ് അതായത് താങ്കൾ ഇതേപോലെ വീഡിയോ ചെയ്യുന്നത്. അതായത് മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് താങ്കളുടെ വീഡിയോസ് മിക്കതും എന്നാണ് പറയുന്ന ഒരു ഭാഗം, അതായത് മീഡിയസിലൊക്കെ വന്നിരിക്കുന്നത്. തെറ്റാണ്. അത് വീഡിയോസ് എടുത്ത് നോക്കി എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് ബാക്കിയുള്ള വീഡിയോയുടെ കമ്പയർ ചെയ്താൽ മനസ്സിലായത് ശരിയാണോ തെറ്റാണെന്ന്. അതൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല. അത് തെളിവോടെ അവിടെ ഉണ്ട്. ഓൺലൈൻ ഇഷ്യൂ ഒന്നുമല്ല, വാർത്തകളാണ് എടുക്കാറുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രസീവ് മോഡിലേക്ക് പോണത്? എപ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ദഹിക്കാത്ത രീതിയിൽ, അതായത് ഇപ്പം നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ള സമയത്ത് എന്താണ് ഈ മോശം രീതി നിങ്ങൾ കണ്ടതെന്ന്? മോശം രീതി എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളെ തെറി വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചിട്ടില്ല. ആരെയും തെറി വിളിച്ചിട്ടില്ല. ഈ പറയുന്നത് ഇവര് ആലോചിക്കുന്നത് വെച്ച് തെറി വിളിച്ചിട്ടില്ല. ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പറയുന്നതിനിടെ ചിലപ്പോൾ പല വാക്കുകൾ ഉപയോഗിക്കാം. അതിന് വേണമെങ്കിൽ നമുക്ക് മെറ്റഫറായിട്ട് യൂസ് ചെയ്യാം. മെറ്റഫോറിക് എന്നുള്ള രീതിയിൽ അല്ല ഇഡിയംസ് എന്നൊക്കെ പറയുന്നത്. എന്റെ വീഡിയോസിൽ അത് വീഡിയോയുടെ ഒരു രീതി വെച്ച് നോക്കിയാൽ അതിനകത്ത് ഒരു മോക്രി ഉണ്ടാവാം, സർക്കാസ്റ്റിക്കലായിട്ടുണ്ടാവാം, സറ്റാരിക്കലാവാം, ചിലപ്പോൾ പോയറ്റിക്കലാവാം. ഞാൻ പല രീതി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് ഒരേ രീതിയിലല്ല എല്ലാം ചെയ്യുന്നത്, മനസ്സിലായി? അതൊരു പ്രസന്റേഷന്റെ പല സ്റ്റൈലുകളുണ്ട്, പല രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതിനകത്തുണ്ട്, മനസ്സിലായി? ഇപ്പൊ പൺ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് നോക്കിയാൽ മനസ്സിലായി എവിടെയാണ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പറയാം. ഇപ്പൊ മെറ്റഫറിക്കലാണ് പലതും.